ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് ദേഷ്യത്തോടെ അമ്പിയോട് പറയുക, എൻ്റെ അമ്മയുടെ അതിബുദ്ധി കാരണം എല്ലാവരും എടുത്തിട്ടടിച്ച് എൻ്റെ ചെവി കൂടി ഇപ്പോൾ വന്ദേ ഭാരതം ട്രെയിൻ ഓടുക. രാജുവിൻ്റെ അടിയും പോരാത്തതിന് ആ തള്ളയുടെ അടിയും. ആ കിളവിയുടെ കൈപ്പത്തിയാണെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നത്. അവരുടെ കൈ കൊണ്ടുള്ള ഒരൊറ്റടി എൻ്റെ ചെവിക്കുറ്റിക്ക് കിട്ടിയപ്പോഴേ ഒരു കുപ്പി വോൾക്ക അടിച്ച എഫക്റ്റായിരുന്നു എനിക്കിനി തല്ലുകൊണ്ട് ചാകാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വല്ല വഴിക്ക് എവിടെങ്കിലും ഇറങ്ങിപ്പോവുക. അത്രയും നേരം മിണ്ടാതിരുന്ന് എല്ലാം കേട്ടിട്ട് ഉടനെ അംബിക പറയുക, ഞാനേ ഇരിക്കപ്പിണ്ടവും തേങ്ങാപ്പിണ്ണാക്കൊക്കെ ഉണ്ടാക്കുന്നത് നിനക്ക് വേണ്ടിയാടാ. ഓ പിന്നെ ഞാൻ അതൊക്കെയല്ലേ ഇപ്പൊ കഴിക്കുന്നത്. എടാ പൊട്ട, അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാലേ നിന്നെ ഇതിൻ്റെയൊക്കെ അവകാശിയാക്കാൻ പറ്റൂ. എൻ്റെ അമ്മ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവകാശിയാകുന്നതിന് മുമ്പ് തന്നെ അടിമേടിച്ച് തന്നെ ചാകും. എടാ നിനക്ക് അവളോട് പ്രതികാരം വീട്ടണ്ടേ? അമ്മ വീട്ടണം. അതില്ലേ ഞാൻ അമ്മയോട് എപ്പോഴും പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ അധോലോകക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കാന്ന്. ബോംബെയിൽ നിന്ന് നല്ല ഒന്നാം തരം. ഇത്രയും പറഞ്ഞിട്ട് നോക്കും വേണ്ട നമ്മുടെ ഹൃതിയെ വാതുക്ക നിന്നിങ്ങനെ അമ്മയും മോനെയും നോക്കി അവർ പറയുന്നതും കേട്ടോണ്ട് നിൽക്കുക. ദീപക് ഹൃതിയെ കാണുന്നുണ്ട്, പക്ഷെ അംബിക കാണുന്നില്ല. അംബിക ദീപക്കിനോട് പറയുന്നു, എടാ പറയടാ, നീ എന്തുവാ പറഞ്ഞത്? ഒന്നാം തരം, അതെ നല്ല ഒന്നാം തരം വാഴത്തൈകളെന്ന്. എടാ പൊട്ട, വാഴത്തൈകളൊക്കെ ബോംബെന്ന് എന്തിനാടാ വരുത്തുന്നത്? അല്ലെങ്കിൽ നല്ല ഒന്നാം തരം പാളയംകോടൻ വാഴയല്ലേടാ നീ. ദീപക് കണ്ണും കാലും ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ അംബികയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ദീപക് അംബികയുടെ ചെവി പറയാ, ദേ അങ്ങോട്ട് നോക്ക്, നല്ല ഒന്നാം തരം വാഴ. അങ്ങനെ അംബിക ഹൃതിയെ കണ്ടൊന്ന് ഞെട്ടി നിൽക്കുക. ഹൃതിയെ അടുത്തോട്ട് ചെന്നിട്ട് പറയുക, ഈ വാഴയും ചേമ്പുമൊക്കെ ഒന്ന് തൽക്കാലം മാറ്റി പിടിക്ക്. എന്നെ കൊല്ലാനേ ബോംബെയിൽ നിന്നും അണ്ടർവേൾഡുകാരെ ഇറക്കുമ്പോൾ തലേ ദിവസം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നേ? നീ പിന്നെയും എന്നോട് വഴക്കിന് വന്നതാണോടി? ഞാനേ തൽക്കാലം ഒന്ന് തോറ്റു തന്നതാ. എന്ന് വെച്ച് നീ വിജയിച്ചതായിട്ടൊന്നും കരുതണ്ട കേട്ടോ. ഹൃതിക ഉറച്ച വിശ്വാസത്തോടെ പറയുക, നിങ്ങളുടെ തോൽവികൾ ആരംഭിക്കുകയാണ് അംബികെ. നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും. ആ സമയത്ത് പ്രതാപനും സരസ്വതിയമ്മയും കൂടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുവാണ്. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ കുറിപ്പ് നോക്കുന്നുണ്ട്. സരസ്വതിയമ്മ പ്രതാപനോട് പറയുക. അവരപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ റൂമിനകത്തു നിന്നും ഹൃതികയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇനിയും നിങ്ങളിങ്ങനെ വിലസാവെന്ന് കരുതണ്ട. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. നീ അറിഞ്ഞത് എന്ത് കഥയാടി? ആ ജഗനങ്കിളിനെ ബലിയാടാക്കി എൻ്റെ അമ്മയെ ചതിച്ച കഥ. അത് കേട്ട അംബിക അങ്ങ് ഞെട്ടുവാണ്. ആ റൂമിൻ്റെ വാതിക്കൽ സരസ്വതിയമ്മയും പ്രതാപനും നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കണക്ക് നിങ്ങൾക്ക് ഞാൻ പിറകെ തരാം. പക്ഷെ നിങ്ങൾ ഓർത്തോ, ഞാൻ പ്രതാപവർമ്മയുടെ മകള് തന്നെയാ. ഹൃതിക അംബികയോടാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കി സരസ്വതിയമ്മ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. പ്രതാപൻ പറയുക, അത് ഹൃതികയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അത് ഋതുമോള് തന്നെയാ പ്രതാപ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഹൃതിക ശബ്ദത്തിൽ പറയുക, മകളെന്ന് വെച്ചാൽ പ്രതാപവർമ്മയുടെ രക്തത്തിൽ പിറന്ന മകൾ. എൻ്റെ അച്ഛനൊന്ന് വേദനിച്ചാൽ ആ നിമിഷം എൻ്റെ ഹൃദയം വേദനിക്കും. എന്ന് വെച്ചാൽ ഞാൻ പ്രതാപവർമ്മയുടെയും പത്മാവതിയുടെയും മകളാണെന്ന്. പുറത്തു നിൽക്കുന്ന സരസ്വതിയമ്മയ്ക്ക് സന്തോഷം കൊണ്ടുപോയ പ്രതാപനും ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം വരുന്നുണ്ട്. ഹൃതിക ഇങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ പറയുവാണ്, എന്ന് വെച്ചാൽ പകുതി പത്മാവതിയും പകുതി പ്രതാപവർമ്മയുടെയും മകളാണെന്ന്. സ്നേഹനിധിയായ എൻ്റെ അച്ഛനെ നിഷ്കളങ്കയായ എൻ്റെ അമ്മ വഞ്ചിക്കില്ല. ഒരു മുന്നറിയിപ്പ് ഞാൻ അമ്മായിക്ക് തരുക. എൻ്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമ്മായിയോട് യുദ്ധത്തിന് ഇറങ്ങിയാൽ പിന്നെ എന്തായിരിക്കും അമ്മായിയുടെ അവസ്ഥ? അമ്മായിക്കത് കാണണോ? എങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഇനി മുതൽ നിങ്ങൾ എന്നിലൂടെ കാണുന്നത് സാക്ഷാൽ പ്രതാപവർമ്മയാണ്. നിങ്ങൾ വേണമെങ്കിൽ കണ്ണ് നിറയെ കണ്ടോ. സരസ്വതിയമ്മ സന്തോഷത്തോടെ പ്രതാപനോട് പറയുക, പ്രതാപ, അവളുടെ നിപ്പും ഭാവവും കണ്ടോ നീ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഋതുമോളെ കണ്ടത് പത്മയിൽ കൂടെയാ. പക്ഷെ ഞാൻ ഇപ്പം കാണുന്നത് നിന്നെ തന്നെയാ പ്രതാപ. പ്രതാപനപ്പോൾ സങ്കടത്തോടെ പത്മയായിട്ടുള്ള പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. അംബികയ്ക്കും മകനും വേണ്ട താക്കീത് കൊടുത്തിട്ട് ഹൃതിക നല്ല അധികാരത്തോടെ അവിടെ നിറങ്ങി പുറത്തോട്ട് വരുവാണ്. സരസ്വതിയമ്മയും പ്രതാപനും പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു മാറി നിൽക്കുവാണ്. ഹൃതിക അവരെ കണ്ടില്ല. ഹൃതിക നേരെ മുകളിലോട്ട് കയറി പോവുകയാണ്. അംബിക കാണിച്ച കള്ളത്തരങ്ങളെല്ലാം ഹൃതിക മനസ്സിലാക്കിയെന്നറിഞ്ഞ് ആ അമ്മയും മകനും ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ മറിഞ്ഞു നിന്ന പ്രതാപനും സരസ്വതിയമ്മ കൂടെ പെട്ടെന്ന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. രാജു ഹൃതികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, ഹൃതിക, തന്നെ വർമ്മ സാറ് വിളിക്കുന്നു. അയ്യോ അതെന്തിനാ? ഞാനിപ്പോൾ അച്ഛനുമായിട്ട് സംസാരിച്ച് പിരിഞ്ഞതല്ലേ ഉള്ളു. എന്ന് വെച്ച് അച്ഛന് മകളെ ഒരിക്കൽ കൂടി കാണാൻ പറ്റില്ലേ? താനിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് രാജു ഹൃതികയുടെ കൈക്ക് പിടിച്ച് വർമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ്. സരസ്വതിയമ്മയും പ്രതാപനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഹൃതികയ്ക്ക് വേണ്ടി. രാജു ഹൃതിയെയും കൈക്ക് പിടിച്ചുകൊണ്ട് പ്രതാപവർമ്മയുടെ അടുത്തോട്ട് വന്നിരിക്കുന്നു. പ്രതാപൻ പറയുക, ഞാൻ നിന്നെ ഇപ്പം വിളിപ്പിച്ചത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാന്. നിനക്ക് മാത്രമല്ല അമ്മയ്ക്കും അത് ഇഷ്ടമാകില്ല. എങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരൊക്കെ എങ്ങനെയൊക്കെ അലക്കി വെളുപ്പിക്കാൻ നോക്കിയാലും
പത്മ എൻ്റെ മനസ്സിൽ വെളുക്കില്ല അച്ഛാ അത് എന്നിങ്ങനെ ഹൃതിക പറയുമ്പോൾ പ്രതാപൻ നിർത്ത്, നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു വിശദീകരണവും എൻ്റെ മുന്നിൽ വേണ്ട. ഈ 2 വള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഹൃദയം തകർത്തുകൊണ്ട് പോയവളാണ് പത്മ. അവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും പാടില്ല. ഇനി അതല്ല, അമ്മയോടൊപ്പം നിനക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവളോടൊപ്പം പൊയ്ക്കോ. പക്ഷേ എന്നെ കാണാൻ വന്നേക്കരുത്. സരസ്വതി അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഹൃതികയോട് പറയുക, മോളെ, പത്മ എന്ത് പ്രതിസന്ധികൾ വന്നാലും മോളെ ഉപേക്ഷിച്ച് പോകരുതായിരുന്നു. പക്ഷേ പത്മ അത് ചെയ്തു, നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് തെറ്റ് തന്നെയാ. നിന്നെ വളർത്തിയത് പ്രതാപന്. പത്മ എൻ്റെ മകള് തന്നെയാ. പക്ഷേ പ്രതാപൻ പറയുന്നതേ എൻ്റെ മോള് കേൾക്കാവൂ. ഇതൊരു വല്ലാത്ത ചതിയെ ഊരാക്കൊടുക്കുവാണല്ലോ. രാജു ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഹൃതികയും ആകെ ധർമ്മസങ്കടത്തിലായി. പ്രതാപൻ പറയുക, നീ എന്തു പറയുന്നു? എനിക്ക് ഇപ്പം കിട്ടണം അതിൻ്റെ ഉത്തരം. നിനക്ക് ഞാൻ വേണോ അതോ പത്മ വേണോ? ഇപ്പം തീരുമാനം പറയണം. ഹൃതിക സങ്കടത്തോടെ പറയുന്നു, എനിക്ക് എൻ്റെ അച്ഛനെ മറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇനി മേലാൽ പത്മയായിട്ടൊരു കോണ്ടാക്റ്റോ അവളെ കാണാനോ നീ ശ്രമിക്കരുത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഹൃതിക ശരിയച്ച എന്ന് പറയുന്നുണ്ട്. രാജുവും സരസ്വതിയമ്മയും സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. എന്നാ നീ പൊയ്ക്കോ എന്നിങ്ങനെ പ്രതാപം പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ് ഹൃതിക ദേഷ്യത്തോടെ ഇങ്ങോട്ട് ഓടി വന്ന് അവളുടെ മുറിയിലോട്ട് കയറി കതകങ്ങ് അടച്ചു. ആ സമയത്ത് ചെറിയ ഒരു പുഞ്ചിരിയോടെ പതുക്കെ കതവ് തുറന്ന് സരസ്വതിയമ്മ അകത്തോട്ട് വരുവാണ്. പുഞ്ചിരിച്ചോണ്ട് വരുന്ന സരസ്വതിയമ്മയെ കണ്ടിട്ട് ഹൃതിക പിണങ്ങി തിരിഞ്ഞങ്ങ് നിൽക്കുവാണ്. അടുത്തോട്ട് വന്ന് സരസ്വതിയമ്മ പറയുക, എനിക്ക് ഉറപ്പായിട്ടും അറിയായിരുന്നു നീ എന്നോട് പിണങ്ങുമെന്ന്. എനിക്കൊരു സംശയമുണ്ട്. അമ്മാമ്മ എൻ്റെ അമ്മയുടെ അമ്മയാണോ അതോ അച്ഛൻ്റെ അമ്മയാണോ? ഞാൻ എൻ്റെ മോളുടെ അമ്മയുടെ അമ്മ തന്നെയാണ്. അതിലെന്താ എൻ്റെ മോൾക്ക് ഇത്ര സംശയം? അമ്മാമ്മ പത്മാവതിയുടെ അമ്മയായിരുന്നെങ്കിൽ പിന്നെന്തിനാ സ്വന്തം മകളെ തള്ളിപ്പറയുന്നത്? എൻ്റെ മോള് അച്ഛൻ്റെ വാക്ക് കേൾക്കാതിരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊരു തള്ളിപ്പറച്ചിലൊന്നും അല്ല മോളെ. അല്ല അമ്മാമ്മേ, അത് തള്ളിപ്പറച്ചിൽ തന്നെയാ. അമ്മാമ്മയുടെ സപ്പോർട്ട് അച്ഛനുണ്ടായിരുന്നതുകൊണ്ടല്ലേ എനിക്ക് അച്ഛന് വാക്ക് കൊടുക്കേണ്ടി വന്നത്. എന്തിനാ അമ്മാമ്മേ എന്നെ കൊണ്ട് അച്ഛന് വാക്ക് കൊടുക്കാൻ കൂട്ടുനിന്നത്? എന്താ, എനിക്ക് എൻ്റെ അമ്മയെ കാണണ്ടേ? എൻ്റെ മോളെ, നീ കാരണം നിൻ്റെ അച്ഛൻ വേദനിക്കാൻ ഇട വരരുത്. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പ്രതാപനെയും പത്മയെ വെച്ച് നോക്കുമ്പോൾ നിന്റെ കാര്യത്തിൽ കുറേ കൂടി ശരി പ്രതാപനാണെന്ന് എനിക്ക് തോന്നി. അമ്മാമ്മ എന്തുവാ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. മറ്റൊന്നും അല്ല മോളെ, എന്ത് കാരണം കൊണ്ടായാലും സ്വന്തം മകളെ മറന്നു നടന്നവളാണ് പത്മ. എന്ത് പ്രശ്നങ്ങളായാലും പിണങ്ങി പിരിഞ്ഞപ്പോൾ മോളെ അവൾക്ക് കൂടെ കൊണ്ടുപോകാമായിരുന്നല്ലോ. അതവൾ ചെയ്തില്ല. അതുമല്ല, ഇത്രയും കാലം മകളെ മറന്ന് അവൾ നടക്കുകയും ചെയ്തു. അത് കേട്ടിട്ട് ഹൃതിക പറയാം, അമ്മാമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ മുഴുക്ക പറഞ്ഞ് നിർത്ത്, എന്നിട്ട് ഞാൻ അതിനുള്ള മറുപടി പറയാം. ഭാര്യ പിരിഞ്ഞു പോയപ്പോൾ വളരെ ചെറുപ്പക്കാരനായ പ്രതാപന് രണ്ടാമതൊരു വിവാഹം ചെയ്യാമായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. വളർന്നു വരുന്നത് ഒരു പെൺകുഞ്ഞാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഒരു രണ്ടാനമ്മയുടെ ശല്യം അവൾക്കുണ്ടാകരുതെന്ന് കരുതി പ്രതാപൻ മറ്റൊരു സ്ത്രീയെ കൂടെ കൂട്ടിയില്ല. നിന്നെ നേരാൻ വണ്ണം വളർത്തി. തന്നെ വഞ്ചിച്ചുവെന്ന് ഏറെ വിശ്വസിക്കുന്ന പ്രതാപൻ ഏറെക്കുറെ പത്മയുടെ രൂപസാദൃശ്യമുള്ള നിന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം തോന്നിയെന്നുള്ളത് സത്യമാണ്. അത് സ്വാഭാവികം. നിന്റെ കാര്യത്തിൽ അമ്മയെക്കാളും അച്ഛനാണെന്ന് ശരിയെന്ന് എനിക്ക് തോന്നി മോളെ. അതുകൊണ്ടാ പ്രതാപൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ മോളോട് പറഞ്ഞത്. പിന്നെ ഉള്ളു തുറന്ന് പ്രതാപനെ നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് 2 കാരണം. ഒന്ന് പത്മയോടുള്ള വൈരാഗ്യം, രണ്ടാമത്തത് അംബികയുടെ വിഷം കുത്തിവെക്കൽ. അത്രയും നേരം എല്ലാം കേട്ടോണ്ട് നിന്നിട്ട് ഹൃതിക പറയുക, എനിക്ക് ഒരേ ഒരു ചോദ്യം അമ്മാമ്മയോട് ചോദിക്കാനുണ്ട്. എൻ്റെ അമ്മ അച്ഛനെ വഞ്ചിക്കുമെന്ന് അമ്മാമ്മ വിശ്വസിക്കുന്നുണ്ടോ? പറയാമ്മാമ്മേ. പത്മ എൻ്റെ മകളല്ലേ കുഞ്ഞെ. അവളെ പെറ്റു വളർത്തിയത് ഞാനല്ലേ. പക്ഷെ അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ അവളെ പ്രസവിച്ച സ്വന്തം അമ്മയെയും അവൾ പ്രസവിച്ച സ്വന്തം മകളെയും കളഞ്ഞിട്ടിങ്ങനെ ഒളിവ് ജീവിതം നയിച്ചത്? അപ്പോൾ അമ്മാമ്മയ്ക്കും എൻ്റെ അമ്മയെ സംശയം ഉണ്ടായിരുന്നു അല്ലേ? അമ്മാമ്മയെ ഞാൻ കുറ്റം പറയുന്നില്ല. അമ്മയോടുള്ള ഈ സംശയം നേരത്തെ എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ അമ്മാമ്മ ഒരു സത്യം അറിഞ്ഞോളൂ, എൻ്റെ അമ്മ ഒരിക്കലും ഒരു തെറ്റുകാരിയല്ല. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയവളാ എൻ്റെ അമ്മ. ഇതെല്ലാം ആ അംബികയുടെ ഗെയിമായിരുന്നു. അവരെൻ്റെ അമ്മയെ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ചെയ്ത ചതിയാ. ഞാൻ എൻ്റെ അമ്മാമ്മയോട് ആ ചതിയുടെ കഥ പറയാം. പത്മാവതി എന്ന ഹൃതിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃതിക അങ്ങനെ സരസ്വതി അമ്മയോട് പറയുവാണ്. പത്മാവതി ജഗന്നാഥനെ വിളിച്ചിട്ട് പറയുന്നു, ഞാനും പ്രതാപേട്ടോടുള്ള കല്യാണം കഴിഞ്ഞിട്ട് നാളെ 2 വർഷം തികയുക. നാളെ എൻ്റെ പ്രതാപേട്ടൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. പ്രതാപേട്ടൻ ഇഷ്ടമുള്ളതാ വെള്ളമുണ്ടും വെള്ള ഷർട്ടും, ഒരു ലെതർ ചെരുപ്പും ഒരു ഗോൾഡ് ചെയിനും.
പ്രതാപേട്ടൻ താമസിച്ചേ വരൂ, അതുകൊണ്ട് ജഗന്നാഥേട്ടൻ ആരും കാണാതെ ഇത് മുറിയിലോട്ട് കൊണ്ടുവന്നാൽ മതി. പത്മാവതി ആ പറഞ്ഞ വാചകം അംബിക പുറത്തു നിന്ന് റെക്കോർഡ് ചെയ്തെടുത്തു. അങ്ങനെ അച്ഛന് വേണ്ടി വാങ്ങിച്ച സാധനമായിട്ട് ജഗന്നാഥൻ അങ്കിൾ വരുമ്പോൾ അംബിക പുറകെ വന്ന് ജഗന്നാഥൻ അങ്കിളിനെ അമ്മയുടെ മുറിയിലോട്ട് തള്ളിയിട്ടിട്ട് വാതിൽ പുറത്തു നിന്നങ്ങ് പൂട്ടി. എന്നിട്ട് അച്ഛൻ വന്നപ്പോൾ അച്ഛനെയും വിളിച്ചോണ്ട് വന്ന വാതിൽ തുറന്ന് ജഗന്നാഥൻ അങ്കിളിനെയും അമ്മയും കൂടെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അതൊക്കെ കേട്ടിട്ട് സരസ്വതി അമ്മ പറയുക, എനിക്ക് അംബികയെ അന്നേ സംശയം ഉണ്ടായിരുന്നു, അവൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും, ഇപ്പം തന്നെ ഞാനത് അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് പോകാൻ സരസ്വതിയമ്മ ഒരുങ്ങുമ്പോൾ അമ്മമ്മയെ വേണ്ട എന്നും പറഞ്ഞ് ഹൃദയെ കയ്യെ പിടിച്ചവിടെ നിർത്തുവാണ്. ഇപ്പം തന്നെ വേണം മോളെ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തിട്ട് അവൾ അങ്ങനെ അങ്ങ് വിലസണ്ട. അമ്മമ്മേ വേണ്ടെന്ന് അമ്മയുടെ കൊച്ചുമോളാ പറഞ്ഞത്. ഇനി അംബികയോട് പ്രതികാരം ചോദിക്കേണ്ടത് ഞാനാ, അത് ഞാൻ ചോദിച്ചോളാം, അമ്മാമ്മ എനിക്ക് വിട്ടേക്കത്. സരസ്വതിയമ്മ കരഞ്ഞോണ്ട് പറയുക, എൻ്റെ കുഞ്ഞുമോളെ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ കാണണം. അതിനെന്താ അമ്മാമ്മേ, ഞാൻ കാണിച്ചു തരാം, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ? അച്ഛന് ഞാൻ കൊടുത്ത വാക്ക്, അക്കാര്യത്തിൽ എൻ്റെ കുഞ്ഞുമോള് പേടിക്കണ്ട. ആ തെറ്റിൻ്റെ പ്രായച്ചിത്തം ഞാൻ അനുഭവിച്ചോളാം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അമ്മമ്മ ആദ്യം എൻ്റെ അമ്മയൊന്ന് വിളിക്കും, എന്നിട്ട് നമുക്ക് പിന്നെ പോയി കാണാം. എന്നിട്ട് സരസ്വതി അമ്മയുടെ ഫോൺ എടുത്ത് പത്മാവതിയുടെ നമ്പർ ഇട്ട് കൊടുക്കുവാണ് ഹൃദയ. വേണ്ട, ഇതാണ് അമ്മയുടെ നമ്പർ. അമ്മാമ്മ ആദ്യം അമ്മയോട് സംസാരിക്കും. പിന്നൊരു കാര്യം, രണ്ടുപേരും കരയരുത്. അമ്മാമ്മ ഫോൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. എന്നിട്ട് ഹൃദയ ആ വാതിലടച്ചിട്ട് പ്രതാപൻ്റെ അടുത്തോട്ട് പോവുകയാണ്. സരസ്വതിയമ്മ ഇങ്ങനെ ആകെ വിഷമിച്ച ആ ചെയറിലിരുന്നുകൊണ്ട് പണ്ടത്തെ പത്മയുടെ രൂപവും പത്മ നൃത്തം ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ഓർക്കുവാണ്. നൃത്തത്തിൽ പത്മയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയതും മഹാദേവവർമ്മയും സരസ്വതിയമ്മയും അന്ന് പത്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റുകളും ഒക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ഈ സമയം പ്രതാപനാണെങ്കിൽ റൂമിലിരുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുവാണ്. ട്രീറ്റ്മെൻറ്റിന് സാറ് സമയം കണ്ടെത്തിയേ പറ്റൂ. മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ സ്ഥിതിഗതികൾ വഷളായേക്കും. ഹൃതിക അങ്ങോട്ട് വന്നിട്ട് പ്രതാപനെ നോക്കിയിട്ട് മനസ്സിൽ പറയുക, അച്ഛൻ എന്തൊക്കെയോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണല്ലോ, എന്തായിരിക്കും കാര്യം, ചോദിച്ചു കളയാം എന്നും പറഞ്ഞ് ഹൃതിക പ്രതാപൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്തു പറ്റിയച്ചാ എന്നിങ്ങനെ ഹൃതിക ചോദിക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുക. ഈ സമയം സരസ്വതി അമ്മ പത്മാവതിക്ക് ഫോൺ ചെയ്യുവാണ്. പത്മാവതി ഫോൺ റിങ് ആകാതെ കണ്ടുകൊണ്ട് വന്ന് എടുത്തിട്ട് ഹലോ ആരാ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സരസ്വതി അമ്മയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. സരസ്വതി അമ്മ അങ്ങ് കരയുക. പത്മയാണെങ്കിൽ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. ആരാ ഇത്? വിതുമ്പുന്ന കരച്ചിലാണല്ലോ കേട്ടത്. ഹൃതിക പ്രതാപനോട് ചോദിക്കുന്നു, അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യം ഓർത്താണോ അച്ഛൻ വിഷമിക്കുന്നത്? ഇല്ല മോളെ, അതിന് നീ എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് തന്നെ അച്ഛൻ വിഷമിക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനാ എനിക്കെല്ലാം. എൻ്റെ അച്ഛനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഓരോ നിമിഷം പോകും തോറും ഈ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുവാണെന്നുള്ള സത്യം ഇവളുണ്ടോ അറിയുന്നു. അമ്മ ഉപേക്ഷിച്ച് പോയെങ്കിലും എനിക്ക് വേണ്ടി ജീവിച്ച ആളാ. എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു എൻ്റെ അച്ഛൻ. എനിക്കിഷ്ടപ്പെട്ട ആളെ തന്നെ യാതൊരു എതിർപ്പും എൻ്റെ അച്ഛൻ കാണിക്കാതെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു. എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ അച്ഛൻ പെട്ടെന്ന് എൻ്റെ അച്ഛനല്ലെന്ന് കേട്ടപ്പോൾ ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെ അന്നൊക്കെ പറഞ്ഞതും ഇവിടുന്ന് വിഷമത്തോടെ ഇറങ്ങിപ്പോയതും. എൻ്റെ അച്ഛനെ മറന്നിട്ട് എനിക്ക് എവിടേക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകണം. ഹൃതിക അങ്ങനെ പറയുന്നത് കേട്ട് പ്രതാപൻ ഇങ്ങനെ ഹൃതികയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സരസ്വതി അമ്മ ഇനി പത്മാവതിയോട് സംസാരിക്കുമ്പോൾ ഇനി ബാക്കി കഥകളൊക്കെ പത്മാവതി സരസ്വതി അമ്മയോട് പറയും. അംബിക ജഗന്നാഥനെയും പത്മാവതിയെയും തടവറയിലാക്കിയതും ആ കഥകളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സരസ്വതി അമ്മ എന്താണ് അംബികയെ ചെയ്യാൻ പോകുന്നതെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.